ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം എന്നല്ലേ, നമ്മളിതാ രാവിലെ തന്നെ ഒരു തട്ടിക്കൂട്ട് കറിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇത് സിമ്പിളാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മസാലപ്പൊടികളൊന്നും ചേർക്കണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റി വന്നേക്കുവാണ്. അതിലേക്ക് നമ്മളിതാ 2 കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊന്നും ഇടണ്ട, മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കണ്ട, ഗരം മസാല മാത്രം ചേർത്താൽ മതി. വേറെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് ഇതാ ഒരു ഇത്തിരി കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാണുന്നില്ലല്ലോ, ഇത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അത് വേവാൻ ആവശ്യത്തിനുള്ള 2ാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1 or 2 വിസിൽ, അല്ല 1 വിസിൽ മതി. ഉണ്ടായിരുന്നു നമ്മളെ കറി? അടിപൊളിയാ? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? എന്ത്? ഏത് ചായ വേണേലും എടുത്ത് കുടിച്ചോ. ചായ അല്ലേ അത്, കോഫിയാണ്. മധുരം ഉണ്ടോ നോക്കാം. ഐ, രസമുണ്ടാ? അടിപൊളിയല്ലേ? ഉണ്ടാക്കിയതാണ് കേട്ടാ. കറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി നൂൽപുട്ടാ? ഓ, പറഞ്ഞേൽപ്പിച്ച മാരിണ്ടല്ലോ പറച്ചില്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓടി ഓക്കെ, താങ്ക് യു. വോയിസ് കൊടുക്കാൻ പറ്റിയില്ല.